ഒരിക്കൽ കൂടി സ്നേഹോഷ്മമായ സ്വാഗതം. പരിപാലനമായി ഈ വേദിയിൽ ഞങ്ങളെ കുറച്ച് മിമിക്രി കലാകാരന്മാർ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനവസരം ഒരുക്കിയത് ഞങ്ങളുടെ പ്രിയ മിത്രം ഷിൻഡോയാണ്. അതോടൊപ്പം ലൈജു ചേട്ടൻ, പിന്നെ സണ്ണി ചേട്ടൻ, ഇവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതിലുപരിയായി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകർക്ക് നല്ലൊരു കൈയടി നമുക്ക് ആദ്യമേ തന്നെ കൊടുക്കാം. നല്ലൊരു കൈയടി. എന്താണ് ആർക്കും ഒരു എനർജി ഇല്ലാത്തത്? അല്പസമയം എല്ലാ ടെൻഷനും മറന്നുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. സംഗീതത്തിന്റെയും ഹാസ്യത്തിന്റെയും നൃത്തത്തിന്റെയും ലോകത്തേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനായിട്ടുള്ള വാഹനം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതിന് ഇന്ധനം ആവശ്യമാണ്. ഇന്ധനം എന്ന് ഉദ്ദേശിച്ചാൽ പെട്രോളോ ഡീസലോ ഒന്നുമല്ല. നിങ്ങളുടെ ഇരു കരങ്ങളും ചേർന്ന് അടിക്കുമ്പോഴാണ് ആ ഒരു ശബ്ദമാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ചേട്ടന്മാരും ചേച്ചിമാരും കുഞ്ഞുമക്കളും എല്ലാവരും കൂടി ചേർന്ന് ഓക്കെ. ഈ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി വേദിയിൽ എത്തുന്ന മറ്റ് കലാകാരന്മാരെ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിരവധി ചാനൽ പ്രോഗ്രാമിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയൊക്കെ ശ്രദ്ധേയനായ പ്രിയ കലാകാരൻ ഷജീർ കൊല്ലി. നമുക്ക് പ്രൊഫൈൽ കാണാം. ഷജീർ കൊല്ലി അഭിനേതാവായും രചയിതാവായും തന്റെ കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭ. പടവിൻ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ, സിനിമ ചിരിമ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ പ്രോഗ്രാമിലൂടെയും ആദർശ സംവിധാനം ചെയ്ത സംഭവം നടന്ന രാത്രി എന്ന ചിത്രത്തിലൂടെയും തിളങ്ങിയ താരം ഷജീർ കൊല്ലി. അച്ചാറും പാട്ടും പാട്ടും കൊല്ലി അഭിനേതാവായും രചയിതാവായും തന്റെ കഴിവ് തെളിയിച്ച വേദിയിൽ എത്തുന്ന കലാകാരൻ മറ്റൊരു നമുക്കറിയാം. മലയാള സിനിമയിൽ നിന്ന് ഇന്ത്യൻ സൂപ്പർ താരമായിട്ട് മാറിയ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട താരമാണ് വിനായകൻ. വിനായകന്റെ ഫിഗർ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ വൈറലായ ഒരു കലാകാരനാണ്. മാത്രമല്ല നിരവധി ചാനൽ പ്രോഗ്രാമിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സുമേഷ് തുടങ്ങുന്നു. മനസ്സിലായോ? വർമ്മൻ റെഡി ആയിട്ടുണ്ട്. വിനായകന്റെ വർമ്മൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് സുമേഷ് നിരഞ്ജന കൈകൊടുത്തോണ്ട് നമുക്ക് സുമേഷ് സ്വാഗതം ചെയ്യാം. ഇനി ഈ വേദിയിൽ നിന്ന് മറ്റൊരു കലാകാരൻ നമുക്കറിയാം. ജനപ്രിയ ചാനലായ മഴവിൽ മനോരമയില് ചരിത്രത്തിൽ ആദ്യമായി റിയാലിറ്റി ഷോയിൽ കുഞ്ഞന്മാരെ അണിനിരത്തിയ ഒരു ടീം ഉണ്ടായിരുന്നു. ലിറ്റിൽ സ്റ്റാർസ്. ഈ ടീമിന്റെ ക്യാപ്റ്റനായി, സാത്താനായി, ഡ്രാക്കുളയായി, ഉള്ളപ്പള്ളി വേലായുധനായി കേരളക്കരയാകെ പിടിച്ചിരിപ്പിച്ച കലാകാരന്റെ പ്രൊഫൈൽ നമുക്ക് കാണാം. എത്ര പട്ടോളൂ? 25 പട്ടോളൂ. അതിനകത്ത് ഒരു ഈർക്കളി എടുത്ത് നാക്കുപിടിച്ച് ഈസിയായിട്ട് പറയാനുള്ള കേസല്ലോ. നിനക്കറിയാമോ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഞാൻ വൈകിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാം. അങ്ങനെ കള്ളും കുടിച്ചിട്ട് വന്നാൽ എന്നെ കാല് മടിക്കാൻ ഒറ്റയടി. ഫുട്ബോൾ പോലെയാ ഞാൻ അപ്പുറത്തെ അമ്മയുടെ വീട്ടിൽ പോയി വീണു. അന്നെന്നിട്ട് ചേട്ടൻ ഈ പരാതിയൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് എനിക്ക് അമ്മയുടെ വീട്ടിൽ പോയിട്ട് വേറെ കാര്യം മനസ്സിലായില്ല. കരിമ്പനയിലെ ഋതിക് റോഷൻ. ആ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് കേട്ടിട്ടുണ്ട്. കരിമ്പന ചത്താൻ കയറുന്ന ഋതിക് റോഷൻ.
ആണോ? ആ റോഷനാണ് ഈ റോസ്. ആ റോഷനാണ് ഈ റോസ്. കോഴിക്കുഞ്ഞ് കളിക്കുന്നത് എനിക്ക് കേട്ടപ്പോഴത്തേ തോന്നി നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. കാരണം ഞാനൊക്കെ ഭയങ്കര സ്വപ്നം കാണുന്നതാണ് ജോഷി സാറിന്റെ മൂവിയിൽ അഭിനയിക്കാം ഉള്ളത് എന്നത് ഭയങ്കര സ്വപ്നം കാണുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ 2 പടങ്ങളിലല്ലേ അഭിനയിച്ചത്? അത് രണ്ടാമത്തെ പടം ജോഷി സാർ എന്നെ നേരിട്ട് പിടിക്കുകയും ചെയ്തത്. അടിപൊളി. കല്യാണം ഉറച്ചിട്ട് വേണ്ടി തന്നെയല്ലടാ. ഇമ്മാതിരി തമാശ കേട്ടിടക്കാം ഞാൻ. ഒരു ജില്ല മൊത്തം തിരാനുള്ള ഇറച്ചിയിട്ടില്ല അവന്റെ മേത്ത്. സൈമൺ? ഏത് സൈമൺ? ജോസ് ബേട്ടാ, ഏത് സൈമൺ? വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ഒരുപാട് സന്തോഷം. ഞാൻ ഈ വെറ്റിലപ്പാറ ഭാഗത്ത് വരുന്നത് 2ാമത്തെ തവണയാണ്. അതിന് കാരണക്കാരനായത് എൻ്റെ പ്രിയ ചങ്ക് അനുജൻ കൂടിയായ ഷിൻഡോ ആണ്. ഷിൻഡോനും അതുപോലെ ലൈജി ചേട്ടൻ, സണ്ണി ചേട്ടൻ, എല്ലാവരോടും അതുപോലെ ഞാൻ മമ്മിയും കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രോഗ്രാം ഒന്ന് കാണാറുണ്ടോ? ഉണ്ടോ? ഉറക്കം പറഞ്ഞേ. ഓക്കെ, അടിപൊളി. ഈ ഒരു പ്രോത്സാഹനം പ്രോഗ്രാമിന്റെ ആദ്യാവസാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കോട്ടെ. അടിച്ചു പൊളിക്കാം. അപ്പൊ ഇത് ജോഷി സാറിന്റെ ഒറിജിനൽ ജ്യൂസ് എന്ന മൂവിയിലെ സോങ്ങാണ്. ഈ ഒരു പാട്ടിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരുന്നാളാണ്. അപ്പൊ പെരുന്നാൾ പോലെ മനോഹരമായ ആ ഒരു ഗാനം.
അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകള ഒന്ന് വന്ന് ചാരത്ത് ഒത്തുരുമാനുള്ളവള ആരുമാരും കാണാതെ അന്നാദ്യമുത്തം തന്നവള് ആരുമില്ല കാലത്ത് താനിനായി വേണ്ടവള് പള്ളിനീട പോലെയും ഉള്ള മുള്ളോള് പ്രാണനായി എന്നുമെങ്കിൽ വാണിടുമ്പോള് അനുഗ്രഹം വേണം അവർക്കിനി എന്നും അനുഗ്രഹം വേണം Thank you.